ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എത്ര വളരാത്ത മുടിയും വളർച്ച മുരടിച്ച മുടിയാണെങ്കിലും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഞാനിന്ന് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നമുക്ക് എല്ലാവർക്കും ഒക്കെ കിട്ടുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ പണ്ട് കാലത്ത് ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ട് ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ താളിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂക്കൾ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒന്നാണ്. എന്നാൽ പിന്നീട് ചെമ്പരത്തിയുടെ സ്ഥാനം പല ഷാമ്പുകളിലും ഉൽപ്പന്നങ്ങളിലും മാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വിധത്തിലുള്ള കേശ സംരക്ഷണ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പഴമയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് കേശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക. അപ്പം ഞാൻ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചെമ്പരത്തി പൂവ് 3 എണ്ണമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ പനിക്കൂർക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നരച്ച മുടിയെ കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലയാണിത്. അപ്പോൾ നമ്മളത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതും നമ്മുടെ മുടി നരയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ. അകാലനരയുള്ളവർക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു പാക്ക് തന്നെയാണെങ്കിലും ഡെയിലി നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് മുടിയുള്ളവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് ഓരോ ഇലകൾ മാറ്റിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കഴുകിയത് വേണം എടുക്കാനായിട്ട്. കഴുകിയിട്ട് വേണം എടുക്കാൻ. പ്രത്യേകിച്ച് മണ്ണിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന, മണ്ണിലോട് ചേർന്നൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നമ്മളൊരു കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ അതേ നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ്. ഇത് നമ്മൾ അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നത്. ധാരാളം അമിനോ ആസിഡ്സൊക്കെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഫോളിക്സിനെയൊക്കെ സ്ട്രെങ്തൻ ആക്കാനായിട്ട് സഹായിക്കുന്നു. മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും മുടിക്കൊരു വോളിയം തോന്നാനായിട്ടും ഒക്കെ നല്ലതാണ്. വൈറ്റമിൻ ബിയും ഇയും ഒക്കെ കഞ്ഞിവെള്ളത്തിലുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പനിക്കൂർക്കയിലയും അതേപോലെ തന്നെ ചെമ്പരത്തിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ചതിൻ്റെ സത്തെല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് വരത്തക്ക വിധത്തിൽ ഒരു 3 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് സ്കാൽപ്പിൽ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. ഹെയർ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ ഡാമേജിനെയൊക്കെ പരിഹരിക്കാനായിട്ടും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കൂടി നമ്മുടെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ദന്തപാല ഓയിൽ. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ദന്തപാല ഓയിൽ ഓർഡർ ചെയ്യാം. വാട്സപ്പ് നമ്പർ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലാണ് അത് ഉപയോഗിച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു തലയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മുടി ഇങ്ങനെ തലയിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ ഇതിന് പറ്റാത്തവർക്ക്, നീർവീഴ്ച കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, അങ്ങനത്തെ പേടികളുള്ളവർക്ക് ജസ്റ്റ് ഷാമ്പു പോലെ വാഷ് ചെയ്തിട്ടും നമുക്ക് കഴുകിക്കളയാം കേട്ടോ. സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.